കണ്ണൂർ മണ്ഡലം എൻ.ഡി.എ സ്ഥാനാർത്ഥി സി രഘുനാഥ് നമ്മളോടൊപ്പം ചേരുകയാണ്. കണ്ണൂരിന്റെ രാഷ്ട്രീയ സമവാക്യങ്ങൾ പഴയതിൽ നിന്നല്ല വിഭിന്നമായി ഇപ്പോൾ മാറി വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുമ്പോൾ ജനങ്ങളിൽ നിന്ന് ലഭിക്കുന്ന റെസ്പോൺസ് എന്താണ്? കണ്ണൂരിലൊരു മാറ്റമുണ്ടാകും. കഴിഞ്ഞ പതിറ്റാണ്ടുകളായി കണ്ണൂരിൽ വിജയിച്ചു വരുന്ന ഇടത് വലത് മുന്നണികളെ പരാജയപ്പെടുത്തി എൻ.ഡി.എ ചരിത്രത്തിലാദ്യമായി കണ്ണൂരിൽ അക്കൌണ്ട് തുറക്കും എന്നുള്ള ഉത്തമ വിശ്വാസത്തിലാണ് ഞാനുള്ളത്. അതിനനുസരിച്ച തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളിലാണ് ഞങ്ങളുള്ളത്. ഞങ്ങളേറെ മുന്നോട്ട് പോയിരിക്കുന്നു. ഇടതുപക്ഷത്തിന്റെയും വലതുപക്ഷത്തിന്റെയും ഇടയിലുള്ള ഭിന്നിപ്പുകൾ നമുക്ക് അനുകൂലമായി മാറും എന്നാണ് എന്റെ വിശ്വാസം. രാജീവ് ചന്ദ്രശേഖരജിയുടെ നേതൃത്വത്തിൽ കേരളത്തിൽ എൻ.ഡി.എയുടെ ഒരു സർക്കാർ, ഒരു ഡബിൾ എഞ്ചിൻ സർക്കാർ എന്നുള്ളതാണ് ഞങ്ങളുടെ മുദ്രാവാക്യം. കേന്ദ്രത്തിൽ നരേന്ദ്രമോദിജിയും കേരളത്തിൽ എൻ.ഡി.എയുടെ നേതൃത്വത്തിലുള്ള ഒരു മുന്നണിയും വന്നാൽ ഇന്ത്യയുടെയും കേരളത്തിന്റെയും അതുവഴി കണ്ണൂരിന്റെയും സമഗ്രമായ വികസനത്തിനു വേണ്ടി നമുക്ക് ഇവിടെ പ്രവർത്തിക്കാൻ സാധിക്കും. കഴിഞ്ഞ പതിറ്റാണ്ടുകളായി ഇവിടെ ജയിച്ചു പോകുന്നവരൊക്കെ തന്നെ കേരളത്തിലെ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ജില്ലകളൊന്നാക്കി മാറ്റി കണ്ണൂരിനെ മാറിയിരിക്കുന്നു. പൊട്ടിപ്പൊളിഞ്ഞ റോഡുകൾ, കാര്യക്ഷമമല്ലാതെ പ്രവർത്തിക്കുന്ന പല സ്ഥാപനങ്ങളും, ഒപ്പം തന്നെ മലിനീകൃതമായി കിടക്കുന്ന പട്ടണങ്ങൾ, ഇതൊക്കെ കണ്ണൂരിന്റെ മുഖമുദ്രയായി മാറിയിരിക്കുന്നു. നമുക്കറിയാം, 10 വർഷക്കാലം മുന്നേ ഈ മണ്ഡലത്തിൽ നിന്ന് എം.എൽ.എ ആയി വന്ന ആളാണ് ഇവിടുത്തെ മന്ത്രി. അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തിലാണ് പല പദ്ധതികളും നടപ്പാക്കുക എന്നുള്ള വ്യാജേന, നടപ്പാക്കുന്നു എന്നുള്ള വ്യാജേന പല പ്രവൃത്തി ആരംഭിച്ചിട്ടുള്ളത്. മേലേച്ചൊപ്പ് ബൈപ്പാസ് അദ്ദേഹത്തിന്റെ ആദ്യത്തെ ടെനുവറിലുണ്ടായ പദ്ധതിയായിരുന്നു. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് തീരാൻ പോകുമ്പോഴാണ് അദ്ദേഹം ഇപ്പോഴേ ആ പ്രവൃത്തിയുമായി മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് പറയാനുള്ളത്, കണ്ണൂരിൽ ആദ്യമായി ബി.ജെ.പിക്ക് അനുകൂലമായി ഒരു തരംഗമുണ്ട്. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ഒരു 13.5% വോട്ട് കണ്ണൂരിൽ നേടിയിരുന്നു. ഇപ്പോഴത്തെ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിന്റെ കണക്ക് പരിശോധിച്ചാൽ 21,000 വോട്ട് നമുക്കുണ്ട്. നമുക്ക് ലഭിക്കാൻ ഇവിടെ 1,81,000 വോട്ടിൽ 1,40,000 വോട്ട് മാത്രമാണ് ഇവിടെ പോൾ ചെയ്യുക. അതിലൊരു ജയിക്കാൻ ഒരു 45-50,000 വോട്ടുകൾ ലഭിക്കുന്ന ആളുകൾ ജയിക്കും. ഇടതുപക്ഷത്തിൽ ചരിത്രത്തിലാദ്യമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകൃതമായ കണ്ണൂരിൽ ഇടതുപക്ഷം തകർന്നിരിക്കുന്നു. കണ്ണൂർ ജില്ലയിൽ CPM-ന്റെ 3 പ്രമുഖ നേതാക്കന്മാർ, ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ പാർട്ടി വിട്ട് പുതിയ പാർട്ടിയുമായി മറ്റു പാർട്ടികളിലേക്ക് പോയിരിക്കുന്നു. അതിൽ ഏറ്റവും പ്രധാനമായി ടി.കെ. ഗോവിന്ദൻ മാഷ് ആയാലും ശരി, കുഞ്ഞികൃഷ്ണനായാലും ശരി, നേരത്തെ പാർട്ടി വിട്ടുപോയ മനു തോമസ് ആയാലും ശരി, ഇവരൊക്കെ തന്നെ പാർട്ടി വിട്ടുപോയതോടുകൂടി കണ്ണൂരിൽ CPM-ന്റെ അപ്രമാദിത്യം അവസാനിച്ചിരിക്കുന്നു. കഴിഞ്ഞ 55 വർഷക്കാലമായി കണ്ണൂരിന്റെ പാർലമെന്ററി രംഗത്തുള്ള ഒരാളാണ് ഇടതുപക്ഷത്തിന് വേണ്ടി മത്സരിക്കുന്നത്. അദ്ദേഹം ഒരു തികഞ്ഞ പരാജയമാണെന്ന് കണ്ണൂർക്കാർക്കറിയാം. അതുകൊണ്ട് അവരെ മാറ്റി നിർത്താൻ കണ്ണൂരിലെ ജനങ്ങൾ തയ്യാറാകും എന്ന് തന്നെ എന്റെ വിശ്വാസം. ഒപ്പം തന്നെ വലതുപക്ഷത്തിന് വേണ്ടി UDF-ന് വേണ്ടി മത്സരിക്കുന്ന ആളുകളും കണ്ണൂരിൽ നിരവധിയായ കാര്യങ്ങൾ, അദ്ദേഹത്തിന്റെ വിവാദപരമായ കാര്യങ്ങളൊക്കെ ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് കണ്ണൂരിലെ ജനങ്ങൾ ഒരു മാറ്റം ആഗ്രഹിക്കുന്നു. കണ്ണൂർ മണ്ഡലത്തിൽ ബി.ജെ.പിക്ക് ഒരു വലിയ സ്പേസ് ഉണ്ട് എന്നാണ് എന്റെ വിശ്വാസം. അത് ഈ തെരഞ്ഞെടുപ്പിൽ നമുക്ക് പ്രതിഫലിക്കും. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ 35,000 വോട്ടുണ്ടായിരുന്നത് താങ്കൾ മത്സരിച്ചപ്പോൾ 1,19,000 ഉയർന്നു. അതെ. അപ്പം ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം താങ്കളൊരു ബമ്പർ ലോട്ടറി തന്നെയാണ്. മാത്രമല്ല, ഈ മാറുന്ന സാഹചര്യത്തിൽ ഈ ബി.ജെ.പിക്ക് കണ്ണൂർ മണ്ഡലത്തിൽ മുന്നോട്ട് വെക്കാനുള്ള ഈ കാര്യങ്ങൾ എന്തൊക്കെയാണ്? കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വലിയ കുതിച്ചുചാട്ടം നമുക്കുണ്ടായിട്ടുണ്ട്. അത് വ്യക്തിപരമായ എന്റെ കുതിച്ചുചാട്ടമായി ഞാൻ കാണുന്നില്ല. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഭാരതീയ ജനതാ പാർട്ടിയിലുള്ള ഒരു തരംഗമുണ്ട്. ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് കേരളത്തിലെ യുവ സമൂഹം, 20-30 വയസ്സിനിടയിലുള്ള ചെറുപ്പക്കാർ മുഴുവൻ ബി.ജെ.പിയോടൊപ്പം അല്ലെങ്കിൽ നരേന്ദ്രമോദിയിൽ ആകർഷണനായി ഈ പാർട്ടിയിൽ കടന്നുവരാൻ ആഗ്രഹിക്കുന്നു. പല ആളുകളും ഞങ്ങളോട് വോട്ട് പറയുന്നില്ല, പക്ഷേ അവർ വോട്ട് ചെയ്യുമ്പോഴും നമുക്ക് അനുകൂലമായി വോട്ട് ചെയ്യുന്നുണ്ട്. കണ്ണൂരിൽ ഞാൻ പറയുന്നത്, ഞാനൊരു എം.എൽ.എ ആയി തെരഞ്ഞെടുക്കപ്പെട്ടാൽ കേന്ദ്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു 500 കോടിയുടെയെങ്കിലും പ്രോജക്ടുകൾ 2 വർഷക്കാലത്തിനിടയിൽ നടപ്പാക്കാൻ കഴിയും എന്നുള്ള ഉറച്ച വിശ്വാസമുണ്ട്. കേന്ദ്രവുമായി സമരസപ്പെട്ടു പോകണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് ഡബിൾ എഞ്ചിൻ സർക്കാർ കേരളത്തിൽ ഉണ്ടാക്കണം. വികസിത കേരളമാണ് നമ്മുടെ സ്വപ്നം. വികസിത കണ്ണൂരാണ് നമ്മുടെ സ്വപ്നം. ഒരുപാട് പദ്ധതികൾ, ഒരുപാട് സങ്കല്പങ്ങൾ കണ്ണൂരിനെ കുറിച്ച് എനിക്കുണ്ട്. കണ്ണൂരിൽ ജനിച്ചു വളർന്ന, കണ്ണൂർ പട്ടണത്തിൽ ജീവിച്ച ഒരാളെന്ന നിലയിൽ ഏറെ പരിതാപകരമായ അവസ്ഥയിലാണ് ഈ പതിറ്റാണ്ടുകൾ ഇവിടെ ഭരിച്ച അല്ലെങ്കിൽ വിജയിച്ച ആളുകളൊക്കെ മുന്നോട്ട് പോകുന്നത്. അതിൽ നിന്നൊരു മാറ്റം ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അതിനനുസരിച്ച ഒരു തരംഗം എനിക്ക് അനുകൂലമായി ഉണ്ടാകുമെന്നാണ് എന്റെ പ്രതീക്ഷ. താങ്കൾക്കൊപ്പം ഒരുപാട് കാലം സഹപ്രവർത്തനമായിട്ടുണ്ടായിരുന്ന ആളാണ് കെ. സുധാകരൻ. കെ. സുധാകരൻ ഒരു പക്ഷേ ബി.ജെ.പിയിലേക്ക് വരാൻ ആഗ്രഹം പ്രകടിപ്പിക്കുകയാണെങ്കിൽ ബി.ജെ.പി സ്വീകരിക്കുമോ? ആര് വന്നാലും, ഈ പാർട്ടിയിൽ ആര് വന്നാലും നമ്മൾ സ്വീകരിക്കുക. കെ. സുധാകരൻ മാത്രമല്ല, പല കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരും പാർട്ടിയിൽ വിട്ട് ഞങ്ങളോടൊപ്പം ചേർന്നിട്ടുണ്ട്.
ആര് വന്നാലും പാർട്ടിയുടെ ഭരണസമിതിയും പാർട്ടി വിശ്വാസവും പാർട്ടിയുടെ ആദർശവും ഉൾക്കൊണ്ട് ആര് വന്നാലും സ്വീകരിക്കുന്നതിന് തടസ്സമില്ല. തീവ്രവാദികൾ ഒഴികെ ഇന്ത്യ വിരുദ്ധന്മാരൊഴികെ ആര് ഈ പാർട്ടിയിൽ വന്നാലും അവരെ രണ്ട് കൈയും നീട്ടി ഞങ്ങൾ സ്വീകരിക്കും. 101% ആത്മാർത്ഥതയോടെ സ്വീകരിക്കും. അത് സുധാകരൻ എന്നുള്ള വ്യക്തിയല്ല. നാളെ ഇടതുപക്ഷത്തിൽ നിന്ന് ഒരാൾ വന്നാലും ഞങ്ങളുടെ പാർട്ടിയുടെ തത്വസംഹിതകൾ അംഗീകരിക്കണം, എന്നാൽ ഞങ്ങൾ സ്വീകരിക്കും. ഇത്തവണ ആളുകളുമായി നേരിട്ട് ഇടപെടുമ്പോൾ എന്താണ് അവരിൽ നിന്ന് ലഭിക്കുന്ന ഒരു റെസ്പോൺസ്? വളരെ പോസിറ്റീവ് വൈബാണ് എനിക്ക് ലഭിക്കുന്നത്. ഒരുപാട് ആളുകൾ മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. പല ആളുകളും പറയുന്നുണ്ട് മാറണം, മടുത്തിരിക്കുന്നു, കണ്ടുമടുത്തിരിക്കും. 1970 രാഷ്ട്രീയ രംഗത്ത് വന്ന് എല്ലാ അവസരവും ഉപയോഗിച്ച ആളുകളൊക്കെ ഇവിടെ വീണ്ടും മത്സരിക്കുന്നത്. ഒരുപാട് പേര് ദോഷമുള്ള ആളാണ് വേറൊരാൾ മത്സരിക്കുന്നത്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് അനുകൂലമായി മാറും. കണ്ണൂരിലെ തലമുറ, കണ്ണൂരിലെ ജനങ്ങൾ, കണ്ണൂർ എന്ന് പറയുന്നത് ഒരു എബവ് ഏവറേജ് ആളുകൾ ചിന്തിക്കുന്ന പട്ടണമാണ്. അവിടെയുള്ള ആളുകളൊക്കെ തന്നെ സൗകര്യങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. എല്ലാ പൊട്ടിപ്പൊളിഞ്ഞ റോഡുകൾ മാറണം, സീവറേജ് പ്ലാന്റുകൾ മാറണം, അവികസിതമായി കിടക്കുന്ന പ്രദേശങ്ങളിൽ നമുക്ക് പല പദ്ധതികൾ നടപ്പാക്കാൻ സാധിക്കണം. ഒപ്പം തന്നെ കണ്ണൂർ സ്റ്റേഡിയം നമുക്ക് പുതുക്കി പണിയാൻ സാധിക്കണം. സീവറേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് പുനഃപരിശോധിക്കണം, പാർക്കിംഗ് സൗകര്യം ഉണ്ടാക്കണം. അങ്ങനെ ഒരു നിരവധിയായ പദ്ധതികൾ എന്റെ മുന്നിലുണ്ട്. വിഷൻ 31 എന്നുള്ള രീതിയിൽ ഞാനൊരു രൂപരേഖ തന്നെ അതിന് തയ്യാറാക്കിയിട്ടുണ്ട്. പല ആളുകൾ ഞങ്ങളിത് പറയുമ്പോൾ ജയിക്കാത്ത ഒരാളെന്നുള്ള രീതിയിലുള്ള ഞാനിതിനെ കാണുന്നത്. ജയിക്കാൻ തന്നെയാണ് ഭാരതീയ ജനതാ പാർട്ടി ഇവിടെ മത്സരിക്കുന്നത്. കേവലം 45,000 വോട്ടുണ്ടെങ്കിൽ ഞാൻ ജയിക്കും. 21,000 വോട്ട് എനിക്കുണ്ട്. 24,000 വോട്ട് ഈ രണ്ട് പാർട്ടികളിൽ നിന്നും ഭൂരിപക്ഷം ആളുകൾ ചിന്തിച്ച് എനിക്ക് വോട്ട് ചെയ്യുമെന്നാണ് എന്റെ വിശ്വാസം. ബിജെപിയെ സംബന്ധിച്ചിടത്തോളം, എൻഡിഎ സംബന്ധിച്ചിടത്തോളം സി രഘുനാഥ് എന്ന് പറയുന്നത് അവരുടെ സ്റ്റാർ കാൻഡിഡേറ്റ് ആണ്. കഴിഞ്ഞ കാലങ്ങളിലെല്ലാം പാർട്ടിക്ക് വലിയ രീതിയിൽ മെച്ചമുണ്ടാക്കുന്നതിൽ സി രഘുനാഥിന് സാധിച്ചിട്ടുണ്ട്. പാർട്ടിയെ വളർത്തുന്നതിലും അതിനെ നട്ട് നടത്തുന്നതിനും എല്ലാത്തിനും ഇത്തരത്തിൽ സി രഘുനാഥ് വലിയ രീതിയിലുള്ള പങ്ക് തന്നെയാണ് വഹിക്കുന്നത്. ഇത്തവണ സി രഘുനാഥിലൂടെ മണ്ഡലം പിടിച്ചെടുക്കുക, അതിലൂടെ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നൊരു ലക്ഷ്യം കൂടി പാർട്ടിക്കുണ്ട്. ക്യാമറാമാൻ മനോജ് പേരാമ്പ്രയ്ക്കൊപ്പം ജോസഫ് അഗസ്റ്റിൻ, അമൃത ന്യൂസ്, കണ്ണൂർ.